മോട്ടോഴ്സിനാണ് ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടിയാണ്. അതിനകത്ത് നിലവിൽ നമുക്ക് ആക്സിലേറ്റർ ലൂസ് എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ചെക്കപ്പ്, ലൈറ്റ് തെളിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ബെയറിങ്, ബാക്ക് വീലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഗിയർ ബോക്സ് ബെയറിങ് പോയതാണ്. അപ്പോൾ ഈ 3 കേസാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ജനറലായിട്ട് സർവീസോ വേറെ ഡീറ്റെയിൽ കംപ്ലയിൻറ്റുകളോ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്ക് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് മാറ്റാൻ വേണ്ടി നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ ഈ ബെയറിങ്ങാണ് പോയേക്കണം കേട്ടോ. ഈ ബെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൽ നിന്നാണ് മാറ്റാൻ പറ്റുള്ളൂ. അത് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതിന് മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചാനാണത്. അപ്പോൾ ഈ അഴിക്കേണ്ട കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് മാറേണ്ടി വരും. അതേപോലെ ഓയിൽ സീല്, ബെയറിങ്, ഗിയർ ഓയിൽ ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ബെയറിങ് പോയി കിടന്ന് ഓടിയപ്പോൾ സംഭവിച്ചാണ് വേറൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഈ ബ്രേക്ക് ലൈനറിൻ്റെ അലൈൻമെൻറ്റ് പോയി കിടന്ന് തേഞ്ഞാണ്. ഒന്നാമത് ഇത് കിടക്കുന്നത് ഒറിജിനൽ ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറി ഇറങ്ങി വർക്ക് ചെയ്യുക. അതായത് ആ ഷാഫ്റ്റ് ബെയറിങ് പോയി കിടക്കുമ്പോൾ ഈ ഷാഫ്റ്റ് ഇങ്ങനെ ഷെയ്ക്ക് കാണിച്ചിട്ടായിരിക്കും വീല് വർക്ക് ചെയ്യുക. അങ്ങനെ വന്നപ്പോൾ ആ ലൈനറിൻ്റെ ഭാഗത്തും ആ തേയ്മാനം അബ്നോർമലായിട്ട് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ ഹബ്ബിലേക്കും ബാധിച്ചിട്ടുണ്ടാവും. ഈ ഹബ്ബിലേക്കും ബാധിച്ചിട്ടുണ്ടാവും നിലയിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ചില ഭാഗങ്ങൾ ശരിക്കും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. അത് നമുക്ക് പുതിയ ലൈനർ എന്തെങ്കിലും മാറ്റിയിട്ട് നോക്കാം. ചെറിയൊരു ചതയണ പോലെ ഒരു ഫീൽ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ ലൈനറും ഈ ഹബ്ബുമായിട്ട് മാച്ച് ആവണം. ഇതുവരെ ചെറിയൊരു പിടുത്തം കാണിക്കും ശരിക്കും കേട്ടോ. തൽക്കാലം നമുക്ക് അങ്ങനെ ചെയ്യാനേ മാർഗമുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഗിയർ ബോക്സ് മാറുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ബ്രേക്കിൽ, ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആക്സിലേറ്റർ ലൂസ് എന്നുള്ള ഇതിൽ പറഞ്ഞത്. ഇത് നിലവിൽ കുറച്ച് ഫ്രീ പ്ലേ ഉണ്ട്. ഇത് നമുക്ക് ഫ്രീ പ്ലേ വേണം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരല്പം കുറച്ചിട്ടേക്കാം. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഹെഡ്ലൈറ്റ് തെളിയുള്ളതാണ്. മെയിൻ ഹെഡ്ലൈറ്റ് തെളിയുന്നുണ്ട്. ഇതിൻ്റെ പൊസിഷൻ ലൈറ്റ് ഈ 2 സൈഡിൽ വരുന്ന ബൾബുകളാണ് തെളിയാത്തത്. അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണണം കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ പ്രശ്നമല്ല. ഹെഡ്ലൈറ്റ് ഈ സൈഡിൽ വരുന്നേക്കണ പൊസിഷൻ ലൈറ്റാണ് കംപ്ലയിൻറ്റ് വന്നത്. അതേപോലെ തന്നെ നമുക്ക് ആ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു പൊട്ടൽ പോലെ കാണുന്നുണ്ട്. അതായത് ഉള്ളിൽ ചെറിയൊരു ചിന്നൽ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വന്നാണ് കേസാണ്. ആ വഴിക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ബൾബ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് തൽക്കാലം ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഇൻഫോം ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ 2 പൊസിഷൻ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിടാം. ഹെഡ്ലൈറ്റ് ബൾബിന് വേറെ പ്രശ്നമില്ല, അത് തെളിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് എന്തെങ്കിലും നമുക്കൊരു 6 മണിക്ക് ആവും എന്തെങ്കിലും തീരുമ്പോഴത്തേക്ക് കേട്ടോ. കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി വിളിച്ചോളാം. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ.